നീയോ? രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു. എന്താ ഒരുമ? അച്ചുവിന്റെ കൈകൾ അവൻ പോലും അറിയാതെ പുറകിലേക്ക് പോയി. അവനൊന്നും മറന്നിട്ടില്ലല്ലോ. താൻ എന്നും എന്റെ വണ്ടിയുടെ നേർ കാണലോ. തനിക്ക് എന്താ കണ്ണ് കാണാൻ പാടില്ലേ? ജെനി അച്ചുവിനോട് ദേഷ്യപ്പെട്ടു. കൂടുതലൊന്നും പറ്റിയില്ലല്ലോ, ഹെഡ്ലൈറ്റ് പൊട്ടിയതല്ലേ ഉള്ളൂ. കയ്യിൽ എന്ന കൂളിംഗ് ഗ്ലാസ് മുഖത്തേക്ക് വെച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. പോരേ പോരോ. ജെനിക്ക് അങ്ങോട്ട് പെരുത്ത് കയറി. അവന്റെ അമ്മൂമ്മയുടെ കൂളിംഗ് ഗ്ലാസ് ശരിയാക്കി തോരാടാ. അവനെ നോക്കി പിറുപിറുത്തുകൊണ്ട് ജെനി അവളുടെ വണ്ടിയിലേക്ക് കയറി. ഒരു തല്ല് പ്രതീക്ഷിച്ചു നിന്ന ബാക്കിയുള്ളവർ വായും തുറന്നു നിന്നു. അച്ചു പോലും. ഇതെന്താ ഇങ്ങനെ? അഞ്ചു പാച്ചുവിനോട് ചോദിച്ചു. അവളെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പാച്ചു പറഞ്ഞു. എന്തോ പൊട്ടി വീഴുന്ന ശബ്ദം കേട്ടാണ് അവരെല്ലാം നോക്കിയത്. അച്ചു ആകെ ചുവന്നു തുടുത്തു നിൽക്കുന്നു. നാണം കൊണ്ടല്ല, ദേഷ്യം കൊണ്ട്. മനസ്സിലായില്ലേ? ജെനി വണ്ടിയിൽ കയറി വണ്ടി ഒന്ന് മുന്നോട്ടെടുത്തു. അടുത്ത നിമിഷം തന്നെ റിവേഴ്സ് എടുത്ത് അച്ചുവിന്റെ വണ്ടിയിൽ കുത്തി. ഡി! അച്ചു അവളെ ദേഷ്യത്തോടെ വിളിച്ചു. ഒന്നും പറ്റിയില്ലല്ലോ, ഹെഡ്ലൈറ്റ് പോയതല്ലേ ഉള്ളൂ. അച്ചു അവളോട് പറഞ്ഞ് അതേ ടോണി അവളും കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് തിരിച്ചടിച്ചു. അച്ചു അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുവാണ്. നിങ്ങൾ വരുന്നുണ്ടോ? ജെനി അവളുടെ കൂട്ടുകാരോടും കൽപ്പിട്ടു. സാഹചര്യം മോശമല്ലാത്തതുകൊണ്ട് 3 പേരും വണ്ടിയിലേക്ക് ചാടിക്കയറി. വണ്ടി കോളേജിലേക്ക് നീങ്ങി. അഹങ്കാരി, അവൾ ആരാണെന്ന് അവളുടെ വിചാരം. ശേ! അച്ചു കലിപ്പടങ്ങാതെ വണ്ടിയുടെ ബോണറ്റിലേക്ക് ആഞ്ഞടിച്ചു. ജെനിയോടുള്ള ദേഷ്യം വണ്ടിയെ തീർത്തുകൊണ്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലെത്തി ചാടിത്തുള്ളി വരുന്ന അച്ചുവിനെ കണ്ട് മനു വായും തുറന്നു നിന്നു. എന്താടാ? മനു അവനോട് ചോദിച്ചു. പൊന്ന മോള്, ആരാണെന്ന് അവളുടെ വിചാരം? അവന്റെ വായിൽ നിന്ന് വീണ മഹത്വചനങ്ങൾ കേട്ടപ്പോ മനുവിന്റെ കിളികൾ കൂട് വിട്ടുപോയി. ഡാ! മനു അവനെ ദേഷ്യത്തോടെ വിളിച്ചു. എന്താ? അച്ചു അതുപോലെ തിരിച്ചടിച്ചു. പാവം മനു ഞെട്ടിപ്പോയി. എന്തടാ നിനക്ക്? എന്താ? കുറെ നേരമായാലോ. എന്താ നീ ഷോ കാണിക്കുന്നേ? ഒരു കൈയകലത്തിൽ നിന്നുകൊണ്ട് മനു അച്ചുവിനോട് ചോദിച്ചു. ഏട്ടാ, അവളെ ഞാൻ ഇന്നും കണ്ടു. എന്നെ ഒന്ന് വലിച്ചിട്ടവളെ. ഇന്ന് അവളെ എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് പൊട്ടിച്ചു. അച്ചുവിന് നന്നേ ദേഷ്യം വന്നിരുന്നു. ആഹാ, ആ പുലിക്കുട്ടിയോ? നീ അവളെ എന്താ ചെയ്തേ? എന്റെ കാർ അറിയാതെ അവളുടെ വണ്ടി തട്ടി, അവളുടെ ഹെഡ്ലൈറ്റ് പൊട്ടി. അതിനാണ് അവള്. മനുവിന് ചിരിയാണ് വന്നത്. ന്യൂട്ടന്റെ തേരിലോയാണ് അവൻ ഓർമ്മ വന്നത്. എവരെ ആക്ഷൻ ദർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ? നീ ചെയ്തതിന് തിരിച്ചും കിട്ടി, അത്രേ ഉള്ളൂ. നിന്ന് ചിറാതെ പോയി പണിയെടുക്കടാ. മനു അവനോട് കലിപ്പിട്ടു. ഏട്ടാ പോടാ, ഞാൻ എന്റെ ജാനിയെ പോയി കാണട്ടെ. ജാനി മോളെ, ഐ എം കമ്മിങ്. മനുവിന്റെ കോഴികൾ ചിറക് വിടർത്തിക്കൊണ്ട് ജാനിയുടെ അടുക്കലേക്ക് പോയി. ഈശ്വര, ആകെയുള്ള ഒരേട്ടൻ ഇങ്ങനെ ഒരു കാട്ടുകോഴി ആയല്ലോ. അച്ഛൻ തലയ്ക്ക് കൈകൊടുത്തു പോയി. അവന്റെ ഉള്ളിൽ ജെനിയുടെ മുഖം തെളിഞ്ഞു വന്നപ്പോ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ജനനി! കോറിഡോറിലൂടെ നടക്കുമ്പോൾ ജെനിയെ ആരോ വിളിച്ചു. ജെനി തിരിഞ്ഞു നോക്കി. അവളുടെ കൂടെ മറ്റുള്ളവരും. ഇവനായിരുന്നു. അഞ്ചു അവനെ നോക്കി പറഞ്ഞു. അപ്പോഴേക്കും അയാൾ അവരുടെ അടുത്തെത്തിയിരുന്നു. ഹായ് ജനനി. എന്താ വൈശാഖ്? ജെനി താല്പര്യമില്ലാതെ അവനോട് ചോദിച്ചു. താനൊന്നും പറഞ്ഞില്ല ഞാൻ അന്ന് പറഞ്ഞ കാര്യം. തല ചൊറിഞ്ഞുകൊണ്ട് വൈശാഖ് അവളോട് ചോദിച്ചു. ഞാൻ അന്നേ പറഞ്ഞതാണല്ലോ, ജനനിക്ക് ഒരു വാക്കേ ഉള്ളൂ, താല്പര്യമില്ല, അത്രനെ. മേലാൽ ഇനി ഇതും പറഞ്ഞു വന്നാൽ. അവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജെനി പറഞ്ഞു. അവനെ ഒന്ന് നോക്കി അവള് നടന്നു നീങ്ങി. വൈശാഖിന് അവന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവൾ പോകുന്നത് നോക്കി നിന്നു. ഒരുപാട് മോഹിച്ചതാണ് നിന്നെ. ഈ വൈശാഖ് നേടാൻ ആഗ്രഹിച്ചത് നിന്നെയാണ്. നേടിയെടുക്കും ഞാൻ നിന്നെ. അവൾ പോകുന്നത് നോക്കി പുച്ഛത്തോടെ അവൻ പറഞ്ഞു. എടി, അവൻ എന്താ കുറവ്? ഒരുപാടായില്ലേ നിന്റെ പുറകെ നടക്കുന്നു. നിനക്ക് എസ് പറഞ്ഞാൽ എന്താ? പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ എബി അവളോട് ചോദിച്ചു. അവനോ? അവന്റെ കുറവ് എന്താണെന്നറിയുമോ? അവൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയില്ല. അവൻ എന്നോട് ദിവ്യപ്രേമൊന്നുമല്ല, എന്നെ കീഴടക്കാനാണ്. എന്റെ ശരീരത്തോടുള്ള കാമം മാത്രം. അങ്ങനെ അവനതിന് മുതിർന്നാൽ ഒന്ന് തള്ളും ഞാൻ അവനെ. ദേഷ്യത്തോട് ജെനി പറഞ്ഞ് അവരെ നോക്കി. അവളുടെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. അവർ വീട്ടിലേക്ക് തിരിച്ചു. ആ ദിവസവും കൊഴിഞ്ഞു വീണു. ജാനി, അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നേ. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഏതു നേരവും ഗിറ്റാർ അല്ലെങ്കിൽ പെയിന്റിങ്. ഭക്ഷണം കഴിക്കാൻ നല്ല മടിയായിട്ടുണ്ട് ഇപ്പോ. വസു ജാനിയോട് പറഞ്ഞു. എന്റെ അമ്മേ, അവൾ 12 മണിക്കല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അത് ദഹിക്കണ്ടേ? ജാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട പെണ്ണാണ്. 11 അവളുടെ പുലർച്ചെ. എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ ചേച്ചി അച്ഛനും ഉണ്ടല്ലോ. ജാനിയും മഹി ഒന്നും മിണ്ടായിരുന്നു. അവർക്കറിയാം അവസാനം ഇങ്ങനെ ആവുമെന്ന്. പറഞ്ഞതും സത്യമാണ്. അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. പുറത്തൊരു വണ്ടി വന്ന് നിന്നപ്പോ അവരുടെ 3 പേരുടെയും ശ്രദ്ധ അവിടേക്കായി. എന്താ ചന്ദ്ര, ഒരു മുന്നറിയിപ്പില്ലാതെ? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ രാമചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് മഹി ചോദിച്ചു. ഇങ്ങോട്ട് വരാൻ മുന്നറിയിപ്പ് വല്ലതും വേണോ മഹി? ചന്ദ്രൻ മഹിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. മനു അച്ഛവും വീട് നോക്കി കാണുകയായിരുന്നു. മനുവിന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ജാനിയിലേക്കും പോകുന്നുണ്ട്. കുറുക്കൻ ചത്തലൻ കണ്ണു കോഴിക്കുട്ടിലാണെന്ന് പറയുന്ന പോലെ. വാ, അകത്തേക്കിരിക്കാം. വസു സീതയുടെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു. അവരെല്ലാം അകത്തേക്ക് കയറി. സുഖാണോ മോളെ? ജാനിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് സീത ചോദിച്ചു. ആ ആന്റി. ജാനി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു.
മനുവിന്റെ കണ്ണുകളുമായി അവളുടെ കണ്ണുകൾ ഉടക്കിയപ്പോ ഒരു പിടച്ചിലൂടെ ജാനി നോട്ടം മാറ്റി. അവളുടെ വെപ്രാളവും പരവേശവും കണ്ട് മനുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. വാ മക്കളെ, ഇരിക്കി. മഹി അച്ചുവിനെയും മനുവിനെയും വിളിച്ചു. അച്ചു എന്നാ ജോയിൻ ചെയ്തത്? ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു എന്നറിഞ്ഞു, കാണാൻ പറ്റിയില്ല. മഹി അച്ചുവിനോട് ചോദിച്ചു. 2 ദിവസം മുമ്പ് ജോയിൻ ചെയ്തു അങ്കിൾ. ഞാൻ അങ്കിളിനെയും കണ്ടില്ല. ചിരിച്ചുകൊണ്ട് അച്ചു മറുപടി പറഞ്ഞു. അല്ല വസു, ജെനി എവിടെ? കാന്താരിപ്പെണ്ണ്. ചുറ്റും നോക്കിക്കൊണ്ട് സീത ചോദിച്ചു. ജെനിയും? അതാരാ ഏട്ടാ? അച്ചു പതിയെ മനുവിനോട് ചോദിച്ചു. ഇവരുടെ ഇള കുട്ടിയാടാ, അസൽ കാന്താരി മുളക്. മനു അവനോട് പറഞ്ഞു. അച്ചു തലയാട്ടിക്കൊണ്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചിരുന്നു. അവൾ മുറിയിലാണ്. ജാനി, ജെനിയെ വിളിച്ചുവാ. വസു ജാനിയോട് പറഞ്ഞു. ആ അമ്മേ. ജാനി മുകളിലേക്ക് കയറാൻ നിന്നു. ജാനി സ്റ്റെപ്പ് കയറാൻ നിന്നതും ജെനിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ജാനി എല്ലാവരെയും നോക്കി. അവരെല്ലാം ഇരുന്നിടത്തു നിന്ന് എണീറ്റു. അവളുടെ മധുരമായ ശബ്ദത്തിൽ പാട്ട് മുഴങ്ങി കേൾക്കുമ്പോൾ അച്ചുവിന്റെ ഹൃദയം എന്തെന്നില്ലാതെ തുടിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും സ്റ്റെപ്പ് കയറി അവളുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ജെനിയുടെ മുറിയുടെ മുന്നിലെത്തിയപ്പോൾ അവരെല്ലാം നിന്നു. അവളുടെ മുറിയിലേക്ക് നോക്കി. അച്ചു അവളുടെ മുറി ആകമാനം നോക്കി. വളരെ വൃത്തിയുള്ള മുറി. സിമ്പിളാണ്, എന്നാൽ മോഡേണുമാണ്. അച്ചുവിന്റെ കണ്ണുകൾ സ്വിങ്ങിലിരുന്ന് ആടുന്ന ജെനിയിലെത്തി. മുഖം ചെരിച്ചിരിക്കുന്നതിന് അവളുടെ മുഖം അവൻ കണ്ടില്ല. അച്ചു അവളെ നോക്കി കാണുകയായിരുന്നു. സ്കൈ ബ്ലൂ 3/4 വൈറ്റ് ടീഷർട്ടുമാണ് അവളുടെ വേഷം. കാല് 2 സ്വിങ്ങിൽ കയറ്റി വെച്ച് പതിയെ ആടുന്നുണ്ട്. ഒരു കൈയിൽ ഒരു ബോട്ടിലും മറ്റേ കയ്യിൽ ബ്രഷും ഉണ്ട്. മുടിയെല്ലാം ഉച്ചയിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും ചില മുടിയിഴകൾ അവളുടെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. മുറിയുടെ മുന്നിൽ അവർ വന്ന് നിൽക്കുന്നത് അറിയാതെ ജെനി പാട്ടുപാടി ആസ്വദിച്ച് പെയിന്റ് ചെയ്യുകയാണ്. ജെനി പാടി നിർത്തിയതും എല്ലാവരും കൈയടിച്ചു. പെട്ടെന്നായതുകൊണ്ട് ജെനി ഞെട്ടി. അവൾ നോക്കിയപ്പോ മുറിയുടെ എൻട്രൻസിൽ നിൽക്കുന്ന അവളുടെ വീട്ടുകാരും അച്ചുവിന്റെ വീട്ടുകാരും. അവളുടെ മുഖം കണ്ട അച്ചുവിന്റെ കിളികൾ കൂട്ടം കൂട്ടമായി പറന്നുയർന്നു. മക്കളെ, സാമൂഹിക അകലം പാലിക്കണേ, അച്ചു അവന്റെ കിളികളോട് പറഞ്ഞു. അവയെ യാത്രയാക്കി. ചന്ദ്രനെയും കുടുംബത്തെയും കണ്ടപ്പോ ജെനിയുടെ കണ്ണുകൾ വിടർന്നെങ്കിലും അവരുടെ പുറകിൽ നിന്ന് അച്ചുവിനെ കണ്ട് അവളുടെയും കിളികൾ എങ്ങോട്ടെന്നില്ലാതെ ചിറകടിച്ചു കയറുന്നു. ഇങ്ങനെ എത്ര കിളികൾ! നിങ്ങളെപ്പോ വന്നു? ആരുടെയോ 2 കിളികളെ തലയിൽ ഇട്ടുകൊണ്ട് ജെനി അവരോട് ചോദിച്ചു. 5 മിനിറ്റ് ആയി കാണും. അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് സീത പറഞ്ഞു. ആണോ? ഇവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലേ അമ്മേ? ജെനി വേഗം വാസുവിനോട് ചോദിച്ചു. അവർക്ക് കുടിക്കാനൊക്കെ ഞാൻ കൊടുക്കാം, നീ വന്ന് ചോറുണ്ണാൻ നോക്ക്. വാസു ജെനിയെ നോക്കി കലിപ്പിട്ടു. 4 മണിയായിട്ടും കഴിച്ചില്ലേ? സംശയത്തോടെ ചന്ദ്രൻ ചോദിച്ചു. ഇവൾ മാത്രം കഴിച്ചിട്ടില്ല. മറുപടി പറഞ്ഞത് വാസുവാണ്. അതെന്തു പറ്റി? പൊന്നുമോൾ എണീക്കുന്നത് തന്നെ ഉച്ചയ്ക്കാണ്. അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴാണ്. ചിരിച്ചുകൊണ്ട് വാസു പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചുകൊണ്ട് ജെനിയെ നോക്കി. ജെനിക്ക് ഇതൊക്കെ ഗ്രാസാണ്, എത്ര കേട്ടിരിക്കുന്നു. അച്ചു പാവ അപ്പോഴും വായും പൊളിച്ച് നിൽക്കുവാണ്. അവൻ തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. ആ അച്ചു, നീ ഇവളെ കണ്ടിട്ടുണ്ടാവില്ല. ഇതിവരുടെ ഇളയ കുട്ടി ജനനി. ജെനി എന്ന് വിളിക്കും അല്ലേടി? അവളെ നോക്കിക്കൊണ്ട് മനു അച്ചുവിന് ജെനിയെ പരിചയപ്പെടുത്തി. ജെനി, ഇതെന്റെ അനിയൻ അങ്കദ്, അച്ചു എന്ന് വിളിക്കും. അച്ചുവിനെയും പരിചയപ്പെടുത്തി. 2 പേരും മുഖത്തോട് മുഖം നോക്കി ഒരു ലോഡ് പുച്ചിറക്കി. ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അച്ചു പറയുന്ന കേട്ട് എല്ലാവരും അവരെ മാറി മാറി നോക്കി. ജെനിയെ നോക്കിയപ്പോൾ അവൾ അതേന്ന് തലയാട്ടി. എങ്ങനെ? എപ്പോ? മനു അവരോട് ചോദിച്ചു. 2 പേരും അവർ കണ്ടുമുട്ടിയ സാഹചര്യം പറഞ്ഞു. വീണ്ടും എങ്ങനെ കണ്ടതെന്നു. വീട്ടുകാർ വായും പൊളിച്ചു നിന്നു. വസു ജെനിയെ നോക്കി കലിപ്പിട്ടപ്പോൾ അവൾ ചുണ്ടുകൊട്ടി കാണിച്ചു. അപ്പൊ നീയാണല്ലേ അത്? എന്റെ മോളെ, നിന്നെ കൈ കിട്ടിയ അരച്ചു കുടിക്കുക എന്ന അവസ്ഥയിലായിരുന്നു ഇവൻ. മനു അച്ഛനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛൻ മനുവിനെ നോക്കി പല്ലെറിമി. കോളേജിൽ പൊലഞ്ഞിട്ട് റോഡിലും കിടന്ന് അടിയുണ്ടാക്കാൻ തുടങ്ങിയോ ജെനി? വസു അവളോട് ദേഷ്യപ്പെട്ടു. ജെനി ഒന്നും മിണ്ടാതെ അച്ഛനെ തുറച്ചു നോക്കി. അവനും വിട്ടുകൊടുത്തില്ല. മതി മതി, കഴിഞ്ഞതല്ലേ അത്, താഴേക്ക് വാ എല്ലാവരും. മഹി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി. ജെനി പെട്ടെന്ന് വാഷ്റൂമിൽ കയറി കയ്യിലും മുഖത്തും പറ്റിപ്പിടിച്ചിരുന്ന കളറെല്ലാം കഴുകിക്കളഞ്ഞു. ഫോണും എടുത്ത് താഴേക്കിറങ്ങി. വസുവും ജാനിയും കൂടി അവർക്ക് ജ്യൂസ് കുടിക്കാൻ കൊടുത്തിരുന്നു. അപ്പോഴേക്കും ജെനി താഴേക്കിറങ്ങി സ്റ്റെയറിന്റെ റെയിലിംഗ് ചാരി നിന്നു. വസുവും മഹി സീതയും ചന്ദ്രനും ഹാളിൽ സെറ്റിയിലിരുന്നു. അവരുടെ അടുത്ത് തന്നെ അച്ചുവും മനും. ജാനി അവരുടെ പിറകിലെ ഭിത്തി ചാരി നിന്ന് അവരെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ അച്ചുവിന്റെയും ജെനിയുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കുമ്പോൾ 2 പേരും പുച്ഛം വാരി വിതറി നോട്ടം മാറ്റും. മഹി, വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. ഞങ്ങൾ വന്നത് മനുവിന് ജാനിമോളെ തരാവോ എന്ന് ചോദിക്കാനാണ്. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. പേടിക്കാനൊന്നുമില്ല. ജെനിയുടെ കയ്യിൽ നിന്നും അവളുടെ ഫോൺ വീണതാണ്. ജെനി ജാനി ഒന്ന് പാളി നോക്കി. ജാനി ഇപ്പൊ ബോധം കെടുവെന്ന പോലെയാണ് നിൽക്കുന്നത്. പെട്ടെന്നുള്ള ആക്രമണമായിരുന്നല്ലോ അത്. ഞാൻ എന്താ പറയാ ചന്ദ്ര, അവൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എന്ത് എതിർപ്പ്, അല്ലേ വസു? മഹി പതുക്കെ അത് ജാനിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ചേച്ചിയുടെ വായം തുറന്നുള്ള നിൽപ്പ് കണ്ട് ജെനിക്ക് ചിരി പൊട്ടി. ജാനി, വസു അവളെ വിളിച്ചു. ഞെട്ടി ജാനി അമ്മയെ നോക്കി. വസു അവളെ കൈ കാണിച്ചു വിളിച്ചു. ജാനി മടിച്ചു അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്താ മോളെ, നിന്റെ അഭിപ്രായം? മഹി അവളോട് ചോദിച്ചു. നിങ്ങളുടെ തീരുമാനം എന്താണോ അതാണ് എന്റെ.
അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മഹി പറഞ്ഞപ്പോൾ ചന്ദ്രൻ മഹിയെ നോക്കി. ഞങ്ങൾക്ക് സമ്മതമാടാ ചന്ദ്ര, എന്റെ മോളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന്. പുഞ്ചിരിയോടെ മഹി പറഞ്ഞപ്പോൾ എല്ലാവരുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. മനു ഇടം കണ്ടിട്ട് ജാനിയെ നോക്കിയപ്പോൾ അവളും അവനെ തന്നെ നോക്കുകയായിരുന്നു. അച്ചുവും ജനിയും പിന്നെ കണ്ണുരുട്ടി കളിക്കുന്ന തിരക്കിലായിരുന്നു. ജനി, നിനക്ക് സമ്മതമല്ലേ? നോട്ടത്തിന് ഭംഗം വരുത്തിക്കൊണ്ട് അവളോട് മഹി ചോദിച്ചു. എനിക്ക് നേരത്തെ അറിയായിരുന്നു ഇതിങ്ങനെ ആവൂന്ന്. അവരെ നോക്കി ഇളിച്ചുകൊണ്ട് ജനി പറഞ്ഞു. ഒന്ന് പോയടി, ചുമ്മാ തള്ളാതെ. അച്ചു അവളെ പുച്ഛിച്ചു. താൻ പോടോ, തന്നോട് ആരാ പറഞ്ഞതിന്? ജനിയും വിട്ടുകൊടുത്തില്ല. ഞാൻ എന്റെ ചെവിയിലൂടെ കേട്ടതാടി. ആണോ? മറ്റുള്ളവർ പറയുന്നു ഒളിഞ്ഞു കേൾക്കുന്നതാണോ തന്റെ ചെവിക്ക് ജോലി? അതേടി മൂദേവി. ദോ മൂദേവി തന്റെ കെട്ടിയോ. നീ പോടി, താൻ പോടോ. അവളുടെ വഴക്കണ്ട് ബാക്കിയുള്ളവർ തലയിൽ കൈവച്ചു. പണ്ടേ പരിസരബോധം ഇല്ലല്ലോ. ജനി, അച്ചു. ഒരേ സമയം മഹിയുടെയും ചന്ദ്രന്റെയും ശബ്ദം അവിടെ ഉയർന്നു. രണ്ടുപേരും അവരെ നോക്കി. കലിപ്പിലാണ്, അമ്മമാരും കലിപ്പിലാണ്. ഒന്ന് നിർത്തുന്നുണ്ടോ? ചന്ദ്ര അവരോടായി കലിപ്പിട്ടു. ജനി, നീ പറ, നിനക്ക് എങ്ങനെ മനസ്സിലായതെന്ന്? മനു പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി. അതോ, ഇവിടെ വന്നത് മുതൽ ഏട്ടന്റെ കണ്ണെന്റെ ചേച്ചിയുടെ മേലെ ആയിരുന്നല്ലോ, ഞാൻ കണ്ടായിരുന്നു. ശേ, പ്ലെങ്ങിപ്പോയി മനു, ചോദിക്കണ്ടായിരുന്നു. മനു നോക്കിയപ്പോ എല്ലാവരും അവനെ ആക്കിച്ചിരി. ജാനയാണെ ആകെ ചൂളിപ്പോയി. മനുവിനെ കളിയാക്കി എല്ലാവരും വീണ്ടും അച്ചുവിനെയും ജനിയെ നോക്കിയപ്പോ രണ്ടും പോരുകോഴികളെ പോലെ നിൽക്കുന്നുണ്ട്. മനു അവരുടെ ഇടയിൽ കയറി നിന്നതും ജനിയുടെ ഫോൺ അടിച്ചു. ജനിയുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടപ്പോ അവൾ അച്ചുവിനെ വിട്ട് ഫോണിലേക്ക് നോക്കി. പാച്ചു കോളിംഗ്. ജനി ഫോൺ എടുത്ത് ചെവി വെച്ചു. എടി പന്ന മോളെ, നാറി, വഞ്ചകി, ചതിച്ചില്ലേ നീ? ജനിയെ ഹലോ പോലും പറയാൻ സമ്മതിക്കാതെ പാച്ചു ഒടുക്കത്തെ തെറി. ചെവിയുടെ റിലേ പോയോ ആവോ. പെട്ടെന്നുള്ള തെറിയായതുകൊണ്ട് ജനി ഫോൺ കുറച്ച് വിട്ടുപിടിച്ചു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവം നോക്കി കാണുകയായിരുന്നു ബാക്കിയുള്ളവർ. എന്താടാ നിനക്ക്, വെറുതെ തെറി വിളിക്കുന്നു? പച്ചൂലെ, ചുമ്മാതാണോ? ചതിച്ചില്ലേ നീ ഞങ്ങളെ? ഞാൻ എന്താടാ ചെയ്തത്? പന്നി, ചുമ്മാ ഷോ കാണിക്കുന്നു. അപ്പൊ നീ അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ റിസൾട്ട് വന്നു. നീ തന്നെയാടി നാറി ഇത്തവണയും ടോപ്പർ. അതിപ്പോ ആദ്യമൊന്നും അല്ലല്ലോ, അതിനാണോ നീ ഇങ്ങനെ കൂവിയെ? എനിക്കിപ്പൊ കുപ്പി വേണം. കുപ്പിയല്ലേ, വാങ്ങിക്കാം. അവരും കൂടെ വരട്ടെ. എന്നാ ഓക്കെ, ബൈ ചങ്കേ. ഓക്കെ കരളെ. ജനി ഫോൺ വെച്ച് തിരിഞ്ഞപ്പോഴാണ് ആ തുണി പോയ സത്യം അറിഞ്ഞത്. ഇത്രയും നേരം ഈ ഭരണി നടത്തിയത് വീട്ടുകാരുടെ മുന്നിലാണ്. എന്തിനു വേറെ, കുപ്പിയുടെ കാര്യം വരെ. ജനി അവരെ ഒന്ന് നോക്കി. എല്ലാവരുടെയും ഭാവം കണ്ട് അവൾക്ക് ചിരി പൊട്ടി. പാവങ്ങൾ പകച്ചു പോയില്ലേ? ജനി അവരെ നോക്കി നന്നായൊന്ന് വിളിച്ചു കാണിച്ചു. എന്നിട്ട് പതിയെ അവിടെ ഒന്നും വലിയാൻ നോക്കി. അവിടെ നിന്നേ. മുങ്ങാൻ നോക്കി അവളെ വാസു വിളിച്ചു. എന്താ അമ്മേ? ഇല്ലാത്ത വിനയം വാരി വിതറി അവള് ചോദിക്കുന്നത് കണ്ടപ്പോൾ അച്ചു ചിരിച്ചു പോയി. ജനി അവനെ നോക്കി കണ്ണുരുട്ടിയപ്പോ അവൻ അവളെ പുച്ഛിച്ചു തള്ളി. എന്തായിരുന്നു ഫോണിൽ? ആരാ വിളിച്ചത്? ഇത്രയേറെ സ്നേഹിക്കാൻ? അത് പാച്ചു ആയിരുന്നമ്മേ, റിസൾട്ട് വന്നു എന്ന് പറയാൻ വിളിച്ചതാണ്. ആഹാ, എന്നിട്ട് എന്താ റിസൾട്ട്? അസ്യൂഷൻ, ഞാൻ തന്നെയാ ടോപ്പർ. ജനി സിമ്പിളായി പറഞ്ഞു നിർത്തിയപ്പോൾ ടഫായി പറന്നു പോകുന്ന കിളികളെ കണ്ടോ? അത് അച്ചുവിന്റെ തലയിൽ ബാക്കിയുണ്ടായിരുന്നതാണ്. കൺഗ്രാറ്റ്സ് മോളെ. സീതയും ചന്ദ്രനും അവളെ അഭിനന്ദിച്ചു. ഡി കാന്താരി, നീ പിന്നെ സ്കോർ ചെയ്തല്ലോ. അവളുടെ കൈ പിടിച്ചുകൊണ്ട് മനുവും പറഞ്ഞു. ജനി എല്ലാവരെയും നോക്കി അന്തസ്സായി ഇളിച്ചു കാണിച്ചു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ജനി വീണ്ടും മുങ്ങാൻ നോക്കി. പോവാൻ വരട്ടെ. മസു വീണ്ടും കൈയോടെ പൊക്കി. എന്താ അമ്മ ഇനി? എന്ത് കുപ്പിയുടെ കാര്യമാണ് നീ പറഞ്ഞത്? ശിവനേ പെട്ട്, എന്തു പറയും? ജനി കാര്യമായി ആലോചിച്ചു. കത്തി. ജനിയുടെ തലയിലെ മഞ്ഞ ബൾബുകൾ മിന്നി മിന്നി കത്തി. അതോ, അത് രേവതിയമ്മയ്ക്ക് അച്ചരടാൻ കുപ്പി വേണമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കാര്യം പറഞ്ഞതാണ്. ജനി വസുവിനെ തൽക്കാലം അടക്കി നിർത്തി. അവളെ നോക്കി അമർത്തി മൂളിക്കൊണ്ട് അവർ വീണ്ടും അവരുടെ ചർച്ചയിലേക്ക് തിരിഞ്ഞു. ആ ഗ്യാപ്പിൽ ജനി പതിയെ വലിഞ്ഞു. മഹി, അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചന്ദ്രൻ മഹിയോട് ചോദിച്ചു. അടുത്ത ദിവസം തന്നെ ജാതകം നോക്കിക്കളയാൻ. എന്തു പറയുന്നു? ഒന്നാലോചിച്ച ശേഷം മഹി പറഞ്ഞു. അങ്ങനെ ആവട്ടെ എന്നാൽ. എല്ലാവരും അതിനെ അനുകൂലിച്ചു. മനു ജാനിയെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ ജാനി അവന് മനോഹരമായ പുഞ്ചിരി നൽകി. അങ്കിളെ, ഞാൻ ജാനിയോടൊന്ന് സംസാരിച്ചോട്ടെ? മനു പ്രതീക്ഷയോടെ മഹിയെ നോക്കി. അതിനെന്താ ജാനിമോളെ? മഹി ജാനിയെ വിളിച്ചു. ജാനി മഹിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. അവളുടെ കൂടെ മനു. ഞാൻ വീടൊന്ന് കാണട്ടെ. അച്ചു എണീറ്റു മുകളിലേക്ക് കയറി. ജാനിയും മനു നേരെ പോയത് കോമൺ ബാൽക്കണിയിലേക്കാണ്. രണ്ടുപേരും റൈലിംഗിൽ ചാരി നിന്നു. രണ്ടുപേരുടെ ഇടയിൽ മൗനം വാചാലയമായപ്പോ മനു പതിയെ ജാനിയുടെ അടുത്തേക്ക് നടന്നു. ജാനി. അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ആർദ്രമായി അവൻ അവളെ വിളിച്ചു. തല താഴ്ത്തി ജാനി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്തേക്ക്. അവളുടെ താടിത്തുമ്പി പിടിച്ചുകൊണ്ട് മനു പറഞ്ഞു. ജാനി പതിയെ കണ്ണുയർത്തി അവനെ നോക്കി. അവളോടുള്ള പ്രണയം അലതല്ലുന്ന അവന്റെ മിഴികളിൽ അവളുടെ മിഴികൾ ഉടക്കി നിന്നു. ഇന്ന് വരെ അറിയാത്ത പുതിയൊരു അനുഭൂതിയെ രണ്ടുപേരും പരസ്പരം കണ്ണുടക്കി നിന്നു. സമ്മതമല്ലേടോ തനിക്ക്? എന്റെ നല്ല പാതയെ, അച്ഛനും ഏട്ടത്തിയെ, അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മകളായി ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിലേക്ക് വരാൻ?
മനു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ജാനുയുടെ ചുണ്ട് വിരിഞ്ഞ പുഞ്ചിരിയായിരുന്നു അതിനുള്ള മറുപടി. അവൾ പതിയെ അവളുടെ കൈ അവന്റെ വലതു കവിളിൽ ചേർത്തു. സമ്മതമാണ്. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പ്രണയാർത്ഥമായി അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ അവന്റെ അധരങ്ങൾ ചേർത്തു. തന്റെ പ്രാണന്റെ ആദ്യ ചുംബനം നിറഞ്ഞ മനസ്സാലെ കണ്ണടച്ചുകൊണ്ട് അവൾ സ്വീകരിച്ചു.